ഭീഷണി മുഴക്കി. ഇക്കാരണങ്ങൾ കൊണ്ട് പോലീസ് അന്വേഷണം വഴിമുട്ടുകയായിരുന്നുവെന്ന് തൃപ്തികരമായ ഒരു വിശദീകരണമാണോ പോലീസ് നൽകിയത്? ശ്രീ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായി ഒരു കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. അതായത് നാം ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കേസുകളെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാടുകളേറെയായത്. അതൊരു ഗവൺമെന്റ് മാറ്റം നമ്മൾ അതിന് ഒരു കാരണമായിട്ട് എടുക്കേണ്ട. ഈ കുണ്ടറയായാലും ഇപ്പോൾ വാളയാറായാലും കൊട്ടിയൂരായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പോലീസിനകത്ത് അവരുടെ തന്നെ ആന്തരികമായിട്ടുള്ള, അവരുടെ ആഭ്യന്തരമായിട്ട് തന്നെയുള്ള ചില രോഗലക്ഷണങ്ങളുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് ഇതിനെ നാം കാണേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ആന്തരികമായ ഒരു പോലീസ് സംവിധാനത്തിൽ ആന്തരികമായി പോഷകഗുണ സമ്പന്നമായി അവരുടെ ആരോഗ്യം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ എല്ലാത്തരം അവയവങ്ങളും വ്യക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് രീതിയിൽ അവർ സ്വയം ഒരു ഊർജം ആർജിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനം പീരിയോഡിക്കലായി, കാലാനുസൃതമായി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനും പരിശോധിക്കുവാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനയിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഫലപ്രാപ്തിയുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, ജാഗ്രതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണോ കേസന്വേഷണത്തിന് ഏൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അടിക്കടി സംസ്ഥാനത്തെ പോലീസിന് ഇതുപോലെ ഗൗരവമേറിയ കേസുകളിൽ വീഴ്ച വരുന്നത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് 13 വയസ്സുള്ള പെൺകുട്ടി 8 അടി പൊക്കമുള്ള, 10 അടി പൊക്കമുള്ള ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് വൈകി വരുന്നു? അതിൽ പഠനം നടത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ സമയാസമയം ഗൗരവപൂർവ്വം പരിശോധിക്കുവാനും മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ മാറി വരുന്ന പ്രശ്നം മാത്രമല്ല, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഓരോ കേസുകൾ എടുത്തു നോക്കിയാൽ പോലും എല്ലാത്തിലും ഒരേ കാര്യം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ ഒരു കാര്യം പറയുവാൻ മുഖ്യമന്ത്രി രംഗത്ത് വരികയാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നുവെന്ന്. അതായത് തുടക്കത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുന്നു. അത് മിക്കവാറും ഒരു SIയോ ഒരു CIയോ ആയിരിക്കും. ഈ കുണ്ടറ കേസിൽ ഒരു SIയെയും ഒരു CIയെയും, അതിൽ മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. മുകളിൽ പോലീസ് മന്ത്രി പിന്നെ എന്ത് നോക്കിയിരിക്കുകയാണ്? ഇക്കാര്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞതുപോലെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവണം. അത് ഉണ്ടായിട്ടില്ല. കുണ്ടറ കേസിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒടുവിൽ SIയെയും CIയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. മഞ്ജുഷ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിനെ പൂർത്തിയാക്കാം. മഞ്ജുഷ്, ഞാൻ പറഞ്ഞതിനെ പൂർത്തിയാക്കാം. അതായത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ള പരിശോധനയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പരിശോധിക്കേണ്ടതായിട്ടുള്ള വസ്തുത, ഒരു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഗവൺമെന്റിന്റെ കഴിവും അല്ലെങ്കിൽ പ്രാപ്തിയും എന്ന സൂത്രവാക്യത്തിലേക്കും സമവാക്യത്തിലേക്കും നാം എത്തിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ പരാജയമുണ്ടായി, ഗവൺമെന്റിന് വിജയമുണ്ടായി, ഗവൺമെന്റിന്റെ ഒരു മുഖ്യമന്ത്രി അടിക്കടി ഇങ്ങനെ എണ്ണം പറഞ്ഞ് സസ്പെൻഡ് ചെയ്യേണ്ട ആളുകളുടെ എണ്ണം പറയേണ്ടി വരുന്നു എന്ന നിലയ്ക്ക് മാത്രം എടുക്കലല്ല. ഈ പോലീസ് സംവിധാനത്തിൽ വളരെ അടിയന്തരമായി അഴിച്ചുപണി ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നില്ലേ എന്ന് നോക്കണം. ക്രമസമാധാന പാലനമുള്ള അതേ പോലീസ് തന്നെയാണ് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നത്. അവർക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനായിട്ട് സമയക്കുറവുണ്ടാവും. മാത്രമല്ല, ഇവർക്ക് ഏത് തരത്തിലുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ? അത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സർക്കിൾ ഇൻസ്പെക്ടർ പോലീസിംഗ് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ജനങ്ങളുടെ ജീവൻ സുരക്ഷ, അതുപോലെ തന്നെ ഞാൻ ഇടപെടുകയാണ്. ശ്രീ CP ഉദയഭാനു, ശ്രീ KJ ജേക്കബ്, ഈ 10 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിക്കാത്ത പോലീസിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? അവിടെ പോലീസിന് നൽകുന്ന പരിശീലനത്തിന്റെ അഭാവമൊന്നും അല്ലല്ലോ വ്യക്തമാകുന്നത്. ഒന്നുമല്ല മഞ്ജുഷ്, ഇതൊന്നും നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. 16-ാം തീയതി, ജനുവരി 16-ാം തീയതിയാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുന്നത്. എനിക്കിത് വായിക്കേണ്ട ഒരു നിർഭാഗ്യമുണ്ടായി. ഞാനെൻ്റെ ജീവിതത്തിൽ വായിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന സാധനമാണിത്. ഒരു മനുഷ്യ ശരീരത്തോട് ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലക്കടിയിൽ കുഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പോലീസുകാർ 2 മാസം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓരോ ന്യായീകരണങ്ങൾ പറയുമ്പം ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമ്മൾ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുവദിക്കുന്ന കാര്യമൊന്നുമല്ല. അത്ര തീരെ ചെറിയ പോലീസ് സംവിധാനമൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത്. പലതരത്തിൽ കോൺസ്റ്റബിൾ ലെവലിൽ, SI ലെവലിൽ, IPS ലെവലിൽ നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വിടുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ആൾക്കാരെ ഈ കുട്ടികൾക്കും ദുർബല വിഭാഗപ്പെട്ട ആൾക്കാർക്കും
നീതി കൊടുക്കാൻ വേണ്ടി നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കുക എന്നുള്ള ഇവരുടെ ജോലിയാണ്. ഇവരെന്ത് ചെയ്യുക എനിക്ക് തന്നെ മനസ്സിലാവാത്തത്. ഇപ്പോൾ ഈ വീട്ടുകാരെ സംബന്ധിച്ചിട്ടാണോ ഇപ്പോൾ ഇവർ ഈ കേസിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോയത്? ഇപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? വാളയാറിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് പോലീസിൻ്റെ വാദം നമ്മൾ വാങ്ങുന്നത്. വാളയാറിൽ ഒരു ദളിത് പെൺകുട്ടി, അപ്പം കേസ് പിന്നെ മാറുകയാണ്. പിന്നെ ദളിതുകൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് പ്രകാരം വേറെയും പിന്നെ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ആൾക്കാർ അറിയേണ്ടതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. ഈ കുട്ടികൾ 10, 12, 13 വയസ്സുള്ള കുട്ടികൾ ലൈംഗികമായി ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പം പോലീസ് എന്ത് ന്യായം ആണ് പറയുന്നതെന്ന് നമ്മൾ അംഗീകരിക്കാനേ പാടില്ല. ഇതിൽ ഉത്തരവാദികൾ ഏതെങ്കിലും വിധത്തിൽ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൻ്റെ പോലീസിൽ നിന്ന് പുറത്തു പോകാതെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ ഉറപ്പാക്കുക? ഇതിന് എന്ത് ന്യായീകരണമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പറയാനുള്ളത്, സംസ്ഥാന പോലീസ് മന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചേ പറ്റൂ. ഇതിന് പോലീസിൻ്റെ ട്രെയിനിങ്, നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. ചെറിയ കുട്ടികളുടെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ വെച്ച് ഒരു കേസല്ല ഇത്. ഒരു സാധാരണ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാളയാറിലായാലും ശരി, മിഷേലിൻ്റെ കേസിലായാലും ശരി, ഈ കുട്ടിയുടെ കേസിലായാലും ശരി, സാധാരണ മനുഷ്യർക്ക് നീതി കിട്ടുന്ന ഒരു പ്രശ്നം കേരളത്തിലില്ല എന്നുള്ള അവസ്ഥയിലേക്ക്. മാത്രമല്ല ശ്രീ കെ ജെ ജേക്കബ്, ഇക്കാര്യത്തിൽ മറ്റൊന്ന് കൂടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ, ഈ 10 വയസ്സുകാരി പെൺകുട്ടിയുടെ അച്ഛൻ സ്റ്റേഷൻ കയറി ഇറങ്ങി പോലീസ് ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് പറഞ്ഞതാണ് ദുരൂഹതയുണ്ട് മരണത്തിലെന്ന്, പീഡനത്തിന് ഇരയായ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. എന്നിട്ട് പോലും ഇടപെടാൻ തയ്യാറായില്ല. മാത്രമല്ല, ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛനെതിരെ കൊടുത്ത കള്ളപ്പരാതി, ആ പരാതി അന്വേഷിച്ച് ഈ അച്ഛനെ 24 ദിവസം ജയിലിലിട്ടവരാണ് ഇതേ പോലീസ് തന്നെ. എന്നിട്ട് ഇന്നലെ കൊല്ലം റൂറൽ SP ആയ സുരേന്ദ്രൻ അദ്ദേഹം പറയുകയാണ് ഈ പരാതി ഒന്നുകൂടി അന്വേഷിക്കേണ്ടി വരുമെന്ന്. അതായത് ഈ അച്ഛനെ ജയിലിലിട്ട പോലീസ് പറയുകയാണ് അതേ പരാതി, ഈ അച്ഛനെതിരെ ഉണ്ടായത് കള്ളപ്പരാതിയാണോ എന്ന കാര്യം ഒന്നുകൂടി അന്വേഷിക്കേണ്ടി വരുമെന്ന്. എന്ത് വർത്തമാനമാണ് ഈ പോലീസ് ഇവിടെ പറയുന്നത്? എക്സാക്ട്ലി. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം 2 DYSPമാരെ, എത്രയോ CIമാരെ, പിന്നെ കൊല്ലത്തുള്ള മുഴുവൻ പോലീസുകാരെയും ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കട്ടെ. എന്താ 2 മാസം മുമ്പ് ഇത് അദ്ദേഹം ചെയ്തില്ല? എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ല ഇത്തരം കാര്യങ്ങൾ? ഇത് പിന്നെ ഈ മിഷേലിന്റെ കേസ് നോക്കൂ. ഒരു പെൺകുട്ടി കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് 3 പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ അദ്ദേഹത്തോട് നാളെ വരാൻ വേണ്ടി പറയുന്നു. അതേ സംഭവം അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും കണ്ടതല്ലോ ശ്രീ കെ ജെ ജേക്കബ്. മിഷേലിന്റെ കാര്യത്തിൽ മിഷേലിന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും രാത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറയുകയാണ് നാളെ രാവിലെ വാ, SI ഇവിടെ ഇല്ല എന്ന്. അതേ കാര്യം തന്നെയാണ് ഈ പാവപ്പെട്ട അച്ഛനും നേരെയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പലതവണ അദ്ദേഹം കാല് പിടിച്ചിട്ടും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ല. ആരൊക്കെയാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാർ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുക വരെ ഉണ്ടായിരുന്നു. മഞ്ജുഷ്, നമ്മുടെ നാട്ടിൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾമാരും SIമാരും അല്ല. നമ്മൾ ഉയർന്ന തലത്തിൽ IPS ഉദ്യോഗസ്ഥന്മാരെ ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് പോലീസ് സൂപ്രണ്ട് തുടങ്ങി, കമ്മീഷണർമാർ തുടങ്ങി, പിന്നെ റേഞ്ച് IGമാർ തുടങ്ങി, റേഞ്ച് ADGP, DGP ഇവരൊക്കെ ഇരിക്കുന്നത് ഈ പോലീസുകാർ താഴെയുള്ള അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് അവരുടെ ജോലി. അവർ നേരിട്ട് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരല്ല. ഒരു പെൺകുട്ടി ഇത്ര ഭീകരമായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു ജില്ലയിലെ പോലീസിനെ മുഴുവൻ വിടുകയല്ല ചെയ്യേണ്ടത്. ഇവർ ഈ പണി എടുക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഉത്തരവാദിത്വത്തിനാണ് നമ്മൾ ഇവരെ തൊപ്പിയും കുപ്പായും വലിയ ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവരവരുടെ പണി ചെയ്തേ പറ്റൂ. അവരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നാട്ടിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനുണ്ട്. അവരത് ചെയ്തേ പറ്റൂ. പോലീസ് സേനയ്ക്ക് കിട്ടുന്ന പരിശീലനത്തിന്റെ അഭാവവും അവർക്ക് കേസ് അന്വേഷണത്തിന് കിട്ടുന്ന സമയവും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്നലെ കൊല്ലം ജില്ലാ പോലീസ് മേധാവി റൂറൽ SP ആയ സുരേന്ദ്രൻ ഇരുന്ന് പറയുകയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സഹകരിക്കാത്തത് കൊണ്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന്. അതോടൊപ്പം അദ്ദേഹം 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത കാര്യവും വലിയ വീരവാദം പോലെ മുഴക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ 24 ദിവസം ജയിലിലിടേണ്ടി വന്ന കാര്യം പോലീസിന് ഒന്നോടെ അന്വേഷിക്കേണ്ടി വരും. അതൊരു കള്ളപ്പരാതിയാണെന്ന സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുവെന്ന്. ഒന്നാമത്തെ പ്രതി ഈ പോലീസ് മേധാവി തന്നെയല്ലേ? ശ്രീ മഞ്ജുഷ, ഈ ഒറ്റപ്പെട്ട ഒരു കേസെടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസിന്റെ അനാസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ആ അനാസ്ഥ കുറ്റകരം തന്നെയാണ്, അതും സംശയമില്ല. ഏത് കേസിലാണ് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച കേസുകളിൽ കൊട്ടിയൂരിൽ ഇപ്പോൾ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതിനുള്ള അവസരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വാളയാറിൽ ആദ്യ കുട്ടിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണക്കിലെടുക്കാതെ വന്നത്, ആദ്യ കുട്ടി മരിച്ചതിൽ പീഡനമുണ്ട് എന്ന കാര്യം കണക്കിലെടുക്കാത്തത് വന്നത് രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിന് കാരണമായി. 52 ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ മിഷേൽ ഷാജിയുടെ മരണത്തിൽ ആ കുട്ടിയെ കണ്ടെത്തുവാനുള്ള ശ്രമം നടന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും പരാതി പോലീസ് ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇവിടെ കുണ്ടറയിലും ഇതേ കാര്യങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. ആ അച്ഛൻ പോലീസിന്റെ പുറകെ നടന്ന് പരാതിപ്പെട്ടതാണ്. ആ പരാതി അന്വേഷിക്കുവാൻ തയ്യാറായില്ല കുണ്ടറയിലെ പോലീസും. അപ്പൊ ശ്രീ മഞ്ജുഷ്, കൊച്ചിയിലായാലും കുണ്ട്രയിലായാലും ഈ പറയുന്ന വാളയാറായാലും സംസ്ഥാനത്തിന്റെ മറ്റേത് ഭാഗത്താണെങ്കിലും പോലീസിന്റെ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാതെ വരുമ്പോൾ അത് പോലീസ് സേനയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഏതോ ഗുരുതരമായിട്ടുള്ള രോഗത്തിന്റെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ചികിത്സ ആവശ്യമുള്ളത്. ആ ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഏതെല്ലാം തലത്തിൽ വേണം എന്നത് നിശ്ചയിക്കാനുള്ള ഒരു ചുമതല, ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ മാനേജ്മെന്റിനുണ്ട്. പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉള്ളതുപോലെ നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ തന്നെ SP മുതൽ മുകളിലേക്കുള്ള തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പക്ഷേ അവർക്ക് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്ററിംഗ് സംവിധാനമുള്ള നേരിട്ടുള്ള അന്വേഷണ ചുമതലയല്ല. ആ പോലീസ് അതിൻ്റെ പോലീസിംഗ് നടക്കുന്നത് സ്റ്റേഷൻ തലത്തിലാണ്, CI തലത്തിലാണ്, ഡിവിഷൻ തലത്തിൽ DYSP വരെയുണ്ട്. ഈ പറയുന്ന ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കിൾ ഇൻസ്പെക്ടർ, DYSP തുടങ്ങിയ ആളുകളെ സ്ഥലം മാറ്റാനുള്ള അധികാരം, ചുമതല ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഈ നേരത്തെ പെരുന്തച്ഛൻ്റെ ഈ ചാട്ടുളി പ്രയോഗം നടത്താനുള്ള അധികാരം ഇരിക്കുന്നത് ഗവൺമെൻറ്റിനാണ്. തങ്ങളെ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക ചുമതലയുള്ള തങ്ങളുടെ സൂപ്പർവൈസറി ഓഫീസർമാരെ SP-ക്കോ അല്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് ഈ വിധേയത്വം മുഴുവനും വരുന്ന രാഷ്ട്രീയത്തോട്, രാഷ്ട്രീയ നേതൃത്വത്തോട്. അവിടെ മുതലാണ് ഈ രോഗലക്ഷണത്തിൻ്റെ കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ സബ് ഇൻസ്പെക്ടർമാർ ഇവരെ ഈ പണി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഇത് പരിശോധിക്കാനുള്ള മോണിറ്ററിംഗ് സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ? ചട്ടപ്പടി സംവിധാനം മാത്രമാണ്. അതുകൊണ്ടാണ് നേരത്തെ ആ SP പറഞ്ഞത് വീട്ടുകാർ സഹകരിക്കുന്നില്ല, ഈ പറഞ്ഞ അന്വേഷണം രണ്ടാമത് ഒന്നുകൂടെ നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു ചുമതലാബോധത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കാണ്. താങ്കളും പറഞ്ഞിരുന്നു ഈ വീട്ടുകാർ സഹകരിക്കാത്തത് കൊണ്ടും അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടും അന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന്. പക്ഷേ ഇപ്പോൾ പോലീസ് എങ്ങനെയാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? ഈ സംഭവം വലിയ വാർത്തയും വിവാദവുമായി വന്നപ്പോൾ 9 പേരെ എന്തോ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് പോലീസിന് എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു? 2 മാസമില്ലാത്ത ആവേശം പോലീസിന് എങ്ങനെ കൈവന്നു?